ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ട റെസിപ്പിയാണ്. മാവ് അധികം സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ വീശിയടിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ലെയറുകളുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിന് 3 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊറോട്ട ഒന്ന് മൊരിഞ്ഞ് നല്ലൊരു കളറൊക്കെ കിട്ടാനും ചെറുതായിട്ടൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പും പഞ്ചസാരയും മൈദയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോഴാണ് പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമല്ല, നമുക്ക് കൈ വെച്ചിട്ട് കുഴയ്ക്കാവുന്ന പരുവത്തിലുള്ള ചൂടുവെള്ളം. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം വേണ്ടി വരും. അത്ര ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടുള്ള മാവായിട്ട് കുഴച്ചെടുക്കണം. അതിന് ശേഷം ഇത് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ ആദ്യം ഇതുപോലെ കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ട് മാവ് ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഈ മാവ് നമ്മൾ എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് ഈ ചെയ്യുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. കുഴയ്ക്കുമ്പോൾ കയ്യിലും കൗണ്ടർ ടോപ്പിലൊക്കെ മാവ് ഇതുപോലെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ കുഴയ്ക്കുമ്പോൾ മാവ് കയ്യിലും കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ മാവ് നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 15 മിനിറ്റാണ് നമ്മളിത് കുഴച്ചെടുത്തത്. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം. അപ്പോൾ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1-2 പ്രാവശ്യമൊക്കെ മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കണം. അതിന് ശേഷം നമ്മളിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം പൊറോട്ട ഉണ്ടാക്കുമ്പോഴാണ് പൊറോട്ട കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ആദ്യം കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആ മാവിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെയും ഇതുപോലെ കുറച്ച് എണ്ണയാക്കി കൊടുക്കാം. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്നിക്ക് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ചാലും മതി. ഇതിനി നമ്മൾ ഒരു 20 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണുള്ളൂ. സമയം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം. മാവ് അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചുരുങ്ങിയത് ഒരു 20 മിനിറ്റെങ്കിലും വെക്കുക. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കുഴയ്ക്കുന്നതിനനുസരിച്ചാണ് മാവിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടാവുക. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഒന്നങ്ങോട്ട് കുഴച്ചതിന് ശേഷം ഒരേ വലുപ്പത്തിലുള്ള ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിപ്പോൾ അതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബാക്കി വരുന്ന മാവും ഇതുപോലെ തന്നെ ബോൾസാക്കി എടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 8 എണ്ണം വരെയാണ് ഇത്രയും മാവ് വെച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല, പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഓരോന്നും പരത്തുന്ന സമയം കൊണ്ട് അതിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. പൊറോട്ടയ്ക്ക് അത്യാവശ്യം നല്ല ഓയിൽ വേണം. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചേർക്കുമ്പോഴാണ് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം. ആ സമയത്ത് ബാക്കി വരുന്ന മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി ഈ മാവ് നമ്മൾ വീശിയടിക്കാതെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ചുറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ആദ്യം നമ്മൾ നന്നായിട്ട് എണ്ണ പരട്ടിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലും അത്യാവശ്യം എണ്ണ ഉണ്ടാവണം. അങ്ങനെ ആകുമ്പോഴാണ് അത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്താൻ പറ്റുള്ളൂ. ചപ്പാത്തിക്കോലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. എത്രത്തോളം കനം കുറച്ചിട്ട് പരത്താൻ പറ്റും അത്രയും കനം കുറച്ചിട്ട് പരത്തുക. പരത്തുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പൊട്ടലുകൾ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല.
എല്ലാ ഭാഗവും നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ഈ പൊറോട്ട ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാവിൻ്റെ മേലെ ഈ സമയത്ത് കുറച്ച് എണ്ണയാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഓയിലിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ അങ്ങനെ ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഓയിൽ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം മാവിൻ്റെ ഒരറ്റത്തുനിന്ന് ഇതുപോലെ പതുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് പൊക്കിയെടുക്കുക. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൽ ആ ലെയറുകളൊക്കെ തന്നെ വന്നോളും. ലെയേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇതിന് മുൻപ് നമ്മൾ വേറൊരു പൊറോട്ടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിലും ഈസി ആയിട്ടുള്ള 2 മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ടു വയ്ക്കിയാൽ മതി. അതിനുശേഷം പതുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം അവസാനം വരുന്ന ഭാഗം മാവിൻ്റെ അടിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഈ രീതിയിൽ ഓരോന്നും ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെയും കുറച്ച് ഓയിലാക്കി കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം ചുറ്റിച്ചെടുത്തിട്ടുള്ള ഈ മാവ് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒരുപാട് കനം കുറയാതെ പരത്താനായിട്ട് നോക്കുക. ചെറുതായിട്ടൊരു തിക്നെസ് വേണം. അപ്പോൾ പരത്താൻ നമ്മൾ ഈ സമയത്തും ചപ്പാത്തിക്കോല് ഉപയോഗിക്കണം എന്നില്ല. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. കൗണ്ടർ ടോപ്പിൽ ആദ്യം നന്നായിട്ട് എണ്ണ പരട്ടിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മാവിൽ അത്യാവശ്യം എണ്ണ ഉണ്ടാവണം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ ചപ്പാത്തിക്കോല് വെച്ചിട്ട് ആ ലെയറുകളൊന്നും പോവാത്ത രീതിയിൽ പതുക്കൊന്നും അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊറോട്ട ചുട്ടെടുക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇരുമ്പിൻ്റെയൊക്കെ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കുകയാണ് കൂടുതൽ നല്ലത്. പാൻ നന്നായിട്ട് ചൂടായി വന്നാൽ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ചുട്ടെടുക്കുക. അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവണമല്ലോ. ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഒന്ന് കുക്കാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും തിരിച്ചിട്ടിട്ട് മേലെ നന്നായിട്ട് എണ്ണയാക്കി കൊടുക്കുക. 2 സൈഡിലും നന്നായിട്ട് എണ്ണയാക്കി കൊടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് മേലെയും അടിഭാഗത്തൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ അത് പാനിൽ നിന്ന് എടുക്കാം. അതിനുശേഷം പെട്ടെന്ന് ചൂടാറാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി വയ്ക്കാം. എന്നിട്ട് ബാക്കി വരുന്ന പൊറോട്ടയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അതിനുശേഷം ഒരു 3-4 പൊറോട്ട ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലെയറുകൾ സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് സൈഡിൽ നന്നായിട്ട് തട്ടി കൊടുക്കുക. നല്ല ചൂടോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ ലെയറുകൾ ഓരോന്നും വിട്ട് വിട്ട് വരുള്ളൂ. കണ്ടില്ലേ, ആ ലെയറുകളൊക്കെ ഓരോന്നായിട്ട് വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുള്ള കറികളുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ മാവ് അധികം സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്